ദേശീയപാതയുടെ തകർച്ചയിൽ പ്രതിസന്ധിയിലായ പൊതുമരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിനെ പഴി ചാരേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രതികരിച്ചു. പാതയിലെ കുഴപ്പങ്ങൾക്ക് കാരണം നിർമ്മാണം നടത്തുന്ന NHAയും കരാറുകാരുമാണെന്നാണ് MV ഗോവിന്ദന്റെ പ്രതിരോധം. ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത ആളുകൾ തകർന്നതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ തയ്യാറാക്കണമെന്ന് ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രധാന പ്രചരണ വിഷയമാകാനിരുന്ന ദേശീയപാതയുടെ തകർച്ച രാഷ്ട്രീയ പ്രശ്നമായി പരിണമിച്ചിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിൽ അഭിമാനം കൊണ്ടിരുന്ന പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് തകർച്ചയിൽ പ്രതിരോധത്തിലായത്. പ്രതികരണം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഒതുക്കിക്കൊണ്ട് മരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ മാറി നിൽക്കുന്നു. എന്നാൽ പ്രതിരോധത്തിലായ മരാമത്ത് വകുപ്പിനെ സംരക്ഷണ കവചം തീർക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇറങ്ങി. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആമുഖ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണം NHAയും കരാറെടുത്തവരുമാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും മരാമത്ത് വകുപ്പിന് പ്രതിരോധം തീർക്കുന്നു. ദേശീയപാത വികസനത്തിന് നേട്ടം അവകാശപ്പെട്ടവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇപ്പൊ ആരുമില്ല ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഇതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും തയ്യാറല്ല. ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും. അവരാരും ഇല്ലല്ലോ ഇപ്പോ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. യഥാർത്ഥ DPR ആർക്കോ വേണ്ടി മാറ്റിയതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു. ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെയാണ് DPR 1 മാറ്റി DPR 2, അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാകുമെന്നും മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം.